My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 184-ാമത്തെ എപ്പിസോഡിൽ ക്രോട്ടാലസ് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ക്രോട്ടാലസ് എത്രമാത്രം ശക്തമായ ഔഷധമാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഭാഗത്ത് ക്യാൻസറിൽ ക്രോട്ടാലസിൻ്റെ ഉപയോഗം, കണ്ടീഷൻസ് എഗ്രി ചെയ്യുമ്പോൾ മാലിഗ്നന്റ് ഗ്രോത്ത്സിനെ റെസ്ട്രെയിൻ ചെയ്യാൻ, പിടിച്ചു നിർത്താൻ ക്രോട്ടാലസിനുള്ള കഴിവിനെ കുറിച്ച് കെന്റ് പറയുന്നുണ്ട്. വളരെ ഭീതിജനകമായ ചില ബ്ലീഡിങ്ങുകളെ കുറിച്ച്, രക്തവാർച്ച, ഡിഫ്തീരിയ എന്ന് പറയുന്ന അന്നത്തെ കാലഘട്ടത്തിൽ, ഇത് കെന്റൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പൊതുവെ ഭയത്തോട് കൊണ്ടിരുന്ന ഡിഫ്തീരിയ, അന്ന് വലിയ ഭയപ്പാട് ഇല്ലായിരുന്നെങ്കിലും ഇന്ന് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന മഞ്ഞപ്പിത്തം, ഇങ്ങനെയുള്ള രോഗാവസ്ഥകളിൽ ക്രോട്ടാലസിൻ്റെ ഉപയോഗം, ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നും പോലുമുള്ള ബ്ലീഡിങ്, ഇങ്ങനെയുള്ള ഒരുപാട് രോഗാവസ്ഥകളിൽ ഛർദി, നിലയ്ക്കാത്ത ഛർദി, ഇത്തരം വളരെ ശ്രദ്ധേയമായ, വളരെ അപകടകരമായ രോഗാവസ്ഥകളിൽ ക്രോട്ടാലസിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കെന്റ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹെമറേജ് ഫ്രം ദ ഐസ്, യെല്ലോ അപ്പിയറൻസ് ഓഫ് ദ ഐസ്, കണ്ണിൽ നിന്നും രക്തവാർച്ചയുണ്ട്, അതേസമയം മഞ്ഞ നിറത്തിലുള്ള കണ്ണുകളാണ്. പൊതുവെ ഹെമറേജസുമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ കണ്ണിന് പൊതുവെ കാണുന്ന ചുവപ്പ് നിറം അല്ല, മഞ്ഞ ഡിസ്കളറേഷനും രക്തവാർച്ചയും. ഫ്ലോറെ കോട്ട് ചെയ്തിരിക്കുകയാണ്. ബ്ലഡ് എക്സ്യൂട്ട്സ് ഫ്രം ദ ഐ, ബേണിംഗ് ഇൻ ദ ഐസ്, റെഡ്നെസ് വിത്ത് ലാക്രിമേഷൻ. അപ്പോൾ കണ്ണിൽ നിന്നും രക്തമിങ്ങനെ ഊറി വരുന്നു, കണ്ണിൽ പൊള്ളൽ, ലാക്രിമേഷനും ഉണ്ട്, റെഡ്നെസ്സും ഉണ്ട്. റെഡ്നെസ് ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ക്രോട്ടാലസ് അല്ലാതാകുന്നില്ല, പക്ഷേ യെല്ലോ ഡിസ്കളറേഷനാണ് അതിൻ്റെ ഒരു സഹജമായ സ്വഭാവം. പ്രഷർ ഇൻ ദ ഐസ് ആസ് ദ ഐസ് വുഡ് ബി പുഷ്ഡ് ഔട്ട് ഫ്രം ദ ഹെഡ്, തലയിൽ നിന്നും കണ്ണുകളിങ്ങനെ പുറത്തേക്ക് തള്ളിപ്പോരുന്ന തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിൻ്റെ അനുഭവം. പാരലിസിസ് ഓഫ് ദ അപ്പർ ലിഡ്സ്, കൺപോളകൾ, മേൽ കൺപോളകളിൽ ഒരു ബലക്ഷയം വന്നിട്ട് തളർന്നു പോയൊരവസ്ഥ. ഇത് ആദ്യമായിട്ട് ക്രോട്ടാലസ് ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടിയുടെ ഓർമ്മ എനിക്ക് വന്നത്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് ആ കുട്ടിയെ കാണുന്നത്. ആ കുട്ടിയുടെ ഇളയച്ചനായിട്ട് എനിക്ക് വളരെ സൗഹൃദം ഉണ്ടായിരുന്നു. അപ്പോൾ സായാഹ്നങ്ങളിൽ ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോകുമ്പോൾ ഈ കുട്ടിയൊന്ന് LP സ്കൂളിൽ വരെ പഠിക്കുക, കണ്ണ് തുറക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്, കണ്ണ് നമുക്ക് കൈകൊണ്ട് പിടിച്ച് പൊക്കാം, പക്ഷേ കണ്ണ് തനിയെ തുറക്കാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ട്. ക്ലാസ്സിൽ മറ്റു കുട്ടികൾ കളിയാക്കി മറ്റൊക്കെ ചെയ്യും. ഈ ക്രോട്ടാലസ് വായിച്ച ഉടനെ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഇളയച്ചനോട് സംസാരിച്ചു. ഹോമിയോപ്പതി ഇങ്ങനത്തെ ഒരു മരുന്നിൽ ഞാൻ കണ്ടു. ഞാൻ ഡോക്ടർ ജൻബാബുവിൻ്റെ കാര്യം പറഞ്ഞു. ബാബുചേട്ടന് പെട്ടെന്ന് എനിക്ക് സൗഹൃദമായിട്ടുണ്ട്. അങ്ങനെ ബാബുചേട്ടൻ്റെ അനുവാദത്തോടുകൂടി ഒരു ശനിയാഴ്ച ഞാൻ ഈ കുട്ടിയെയും കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടി ഞാൻ കൊണ്ടുപോയി ബാബുചേട്ടൻ വിശദമായിട്ട് കേസെടുത്തു. പക്ഷേ അത് ക്രോട്ടാലസ് കേസായിരുന്നില്ല, അത് കൽക്കേറിയ കേസായിരുന്നു. അതിന് ടിപ്പിക്കൽ കൽക്കേറിയ കേസായിരുന്നു. ഒരു ഡോസ് കൽക്കേറിയ 200 കൊടുത്തു. ഒരു 2 ആഴ്ച കൊണ്ട് കുട്ടിയുടെ കണ്ണ് ശരിയായി, കണ്ണ് തുറക്കാൻ പറ്റിയത്. ഒരുപാട് ചികിത്സകൾ ചെയ്തവരും മടുത്തതാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കണ്ണിൻ്റെ ഒരുപാട് സ്പെഷ്യലിസ്റ്റുകളെ കാണിച്ചു, ആയുർവേദ ചികിത്സ ചെയ്തു. ഹോമിയോപ്പതി ചെയ്തോന്ന് എനിക്കറിയില്ല. ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്തു. കണ്ണുകൊണ്ടുള്ള വ്യായാമങ്ങൾ, എന്തോ എണ്ണകൾ പുരട്ടലൊക്കെ ചെയ്തതാണ്. കൽക്കേറിയ കൊടുത്തു. ഒരു 2 ആഴ്ചയൊക്കെ ആ എക്സസൈസസ് മറ്റുമൊക്കെ ഞാൻ തുടർന്ന് പോന്നിരുന്നു. ബാബുചേട്ടൻ പറഞ്ഞു എക്സസൈസ് തുടരണം. 2 ആഴ്ച കൊണ്ട് നോർമലായി. ആ കുട്ടി, ഞാൻ 1-2 വർഷം മുമ്പ് ആ കുട്ടി അവസാനം കാണുന്നത് ജോലിക്കാരനൊക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ലിഡ്സ്, കൺപോളകളിലെ ശ്ലേഷ്മസ്തരങ്ങളിൽ ആ മ്യൂക്കസ് മെംബ്രെയിനിൽ ഇൻഫ്ലമേഷൻ. സർജിങ് ഇൻ ദ ഇയേഴ്സ്, ചെവിയിലേക്ക് രക്തം ഇരച്ചു കയറൽ. സെൻസിറ്റിവിറ്റി നോയ്സസ്, ഒരു പൂറ് കോട്ടിരിക്കുകയാണ്, ശബ്ദങ്ങളോട് വല്ലാതെ സംവേദനക്ഷമത. ഡൾ ഏക്കിങ് ആൻഡ് ത്രോബിങ് ഇൻ ദ ഇയേഴ്സ്, ചെവിയിൽ ഒരു ത്രോബിങ്, വിങ്ങലും വേദനയും ഏക്കിങ്ങും. ഫെറ്റിഷ് കോപ്പിയസ് യെല്ലോ ഒഫൻസീവ് ബ്ലഡി ഡിസ്ചാർജ് ഫ്രം ദ ഇയേഴ്സ്, ചെവിയിൽ നിന്നും എല്ലാത്തരം ഡിസ്ചാർജും ഉണ്ട്. മഞ്ഞ നിറത്തിൽ വളരെ ധാരാളമായിട്ട് ദുർഗന്ധം ഉണ്ടാക്കുന്നത്, രക്തം കലർന്നതായിട്ടുള്ള ഡിസ്ചാർജുകൾ ചെവിയിൽ നിന്നുണ്ട്. ബ്ലഡ് ഊസിങ് ഫ്രം ദ ഇയേഴ്സ് ഇൻ ഡ്രോപ്സ്
ഇൻ സൈമോട്ടിക് ഡിസീസസ്. ചെവിയിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ രക്തം ഇങ്ങനെ വാർന്നു വന്നിട്ട് തുള്ളി തുള്ളിയായിട്ട് ചെവിയിൽ നിന്ന് പോകുന്നത്. എങ്ങനെയാണ്? സൈമോട്ടിക് ഡിസീസസ്. ഇപ്പോഴത്തെ പകർച്ചവ്യാധികളുള്ള പഴയ പേര്. ലോ ഫോംസ് ഓഫ് സ്കാർലറ്റ് ഫീവർ. സ്കാർലറ്റ് ഫീവറിൻ്റെ ഒക്കെ വളരെ മോശമായ അവസ്ഥ. ഓർ ഓഫ് ഡിഫ്തീരിയ വേർ ദർ ഇസ് ഊസിങ് ഫ്രം ദ ഐസ് ആൻഡ് ഇയേഴ്സ്. ഡിഫ്തീരിയയുടെ കാര്യം വളരെ ഭയജനകമായ ഒരു രോഗാവസ്ഥയായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നും ഒക്കെ രക്തവാർച്ചയുണ്ട്. ആൻഡ് കോപ്പിയസ് ബ്ലീഡിങ് ഫ്രം ദ നോസ്. മൂക്കിൽ നിന്നാണ് വളരെയധികം രക്തം വരുന്നത്. ദ നോസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഓർഗൻ ടു ബ്ലീഡ് ഇൻ സൈമോട്ടിക് ഡിസീസസ്. ഈ ഇൻഫെക്ഷ്യസ് ഡിസീസസിൽ ബ്ലീഡിങ് ഏറ്റവും കൂടുതൽ വരുന്നത് മൂക്കിൽ നിന്നാണ്. ഈ ഒരു സംഭവം ഞങ്ങൾ ഈ കോവിഡിൻ്റെ കാലത്ത് ചർച്ചയിലേക്ക് വന്നു. കോവിഡ് വന്ന സമയത്ത് കോവിഡിൻ്റെ ലക്ഷണമായിട്ടൊന്നും തലവേദന, പനി ചെക്ക് ചെയ്യലായിരുന്നല്ലോ കോവിഡ് ചെക്കിങ്ങിൻ്റെ പ്രധാന സംഭവം. അന്ന് ബാബുശേട്ടനുമായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഫോണിൽ 1-2 ദിവസം നേരം സംസാരിക്കും. അങ്ങനത്തെ വാർത്തകളെക്കുറിച്ച് വിശകലനം ചെയ്യും. അപ്പോൾ ഈ കോവിഡിൻ്റെ ഈ ഒരു ടെസ്റ്റിംഗ് രീതിയെ ബാബുശേട്ടൻ അന്നേ ചോദ്യം ചെയ്തിരുന്നു. ഈ വൈറസ് ഡിസീസസിൻ്റെ, ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ ഒന്നാമത്തെ ലക്ഷണം പനിയും തലവേദനയും അല്ല എന്ന് ബാബുശേട്ടൻ അന്നേ പറഞ്ഞിരുന്നു. ബാബുശേട്ടൻ്റെ ഒരു നിഗമനപ്രകാരം മണം, രുചി നഷ്ടപ്പെടുന്നു. ഈ ബ്ലീഡിങ്, മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ്. അദ്ദേഹം ഹോമിയോപ്പതിക്ക് മെറ്റീരിയൽ വേണ്ടി ഇത്തരം പുസ്തകങ്ങളിൽ കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അത് ശരിയുമായിരുന്നു. അന്ന് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു കോവിഡ് പേഷ്യൻറ്റിനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ മണവും രുചിയും നഷ്ടപ്പെടൽ, മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് ആയിരുന്നു. വെറുതെ കൽക്കേറിയ വെറും ഫെറംഫോസ് 6X ബയോകെമിക്ക് അതുകൊണ്ട് മാത്രം ഒരു ഡോസ്, അതിനപ്പുറം ഒരു സമയം കൊടുക്കേണ്ടി വന്നിട്ടില്ല. സിംറ്റംസ് പിന്നെ കാണിക്കുമ്പോഴും ഒരു ഡോസ്. അങ്ങനെ ഏതാനും ഡോസുകൾ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നീട് കോവിഡ് മൂലം മരിച്ച എൻ്റെ ഒരു ബന്ധുവിൻ്റെ കേസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ അത് പിന്നീടാണ് അത് വൈദ്യശാസ്ത്രം, ഈ പറയുന്ന ആധുനിക വൈദ്യശാസ്ത്രം അത് അംഗീകരിക്കുന്നത്. ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായിട്ടാണ്, ശ്വാസം മുട്ടലല്ല. ആ രോഗിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നില്ല, പക്ഷേ ആശുപത്രിക്കാരിങ്ങനെ മാസ്ക് വെച്ച് കൊടുക്കുകയായിരുന്നു. അതും ബാബുചേട്ടൻ അന്നും പറഞ്ഞു. ആ ബാബുചേട്ടൻ്റെ പ്രായമായിരുന്നു ആ സ്ത്രീക്ക്. വെറുതെ ഫെറംഫോസ് കൊണ്ട് സുഖപ്പെടാമായിരുന്ന കേസായിരുന്നു. ബ്ലഡ് നോർമലായ ആ ഇൻഫെക്ഷൻ മാറിയിരുന്നാൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോയതിന്. അങ്ങനത്തെ ഒരു കേസാണ്. എന്തൊക്കെയോ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഒരുപാട് പണവും ചിലവ് ചെയ്ത് തിരിച്ചു പോയി. അപ്പോൾ അതാണ് കെൻഡിയുടെ പറയുന്നത്. നോസ് ഈസ് ദ മോസ്റ്റ് കോമൺ ഓർഗൻ ടു ബ്ലീഡ് ഇൻ സൈമോട്ടിക് ഡിസീസസ്. അന്ന് ഈ സൈമോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് ഈ മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ അഞ്ചാം പനി, പിന്നെ ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ്, അങ്ങനെയുള്ള രോഗാവസ്ഥകളോട് ബന്ധപ്പെട്ടാണ് ഈ സൈമോട്ടിക് ഡിസീസ് എന്ന് അന്നത്തെ കാലത്ത് പറയുന്നത്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ദ റഷ് ഓഫ് ബ്ലഡ് സീംസ് ടു ഗെറ്റ് റിലീഫ് ഫ്രം ബ്ലീഡിങ് ഫ്രം ദ നോസ്. അപ്പോൾ തലയിലേക്ക് രക്തം ഇറച്ചി കയറുന്നൊരവസ്ഥക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് മൂക്കിൽ നിന്നുള്ള ബ്ലീഡിങ് വരുമ്പോഴാണ്. ഇൻ ദിസ് മെഡിസിൻ, ഈ മൂക്കിൽ നിന്ന് സ്ഥിരം ബ്ലീഡിങ് വരുന്ന പല കേസുകളും എൻ്റെ സുഹൃത്തുക്കളും പരിചയക്കാരെയും ഞാൻ ബാബുചേട്ടനടുത്ത് കൊണ്ടുപോയി നിസ്സാര ഔഷധങ്ങൾ കൊണ്ട് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ചെറുപ്പം മുതലേ ഉച്ചനേരത്ത് ക്ലാസ്സിൽ നിന്ന് പോയിട്ട് അന്ന് സ്കൂളിനടുത്തൊരു കുളമുണ്ട്, കുളത്തിൽ പോയി മുങ്ങി കിടക്കുമായിരുന്നു. തല മുങ്ങി കുളിക്കണം, അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ചോര വരും. അത് ജന്മനാ ചെറുപ്പം വരെ ഉള്ളതാണ് ആ കേസ്. സുഖപ്പെടില്ല എന്ന് പറഞ്ഞതാണ്. ഇതൊക്കെ ഈ ഹോമിയോപ്പതി കൊണ്ട് സുഖപ്പെട്ടു. ഒത്തിരി ഈ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം ഞാൻ ബാബുചേട്ടത്ത് കൊണ്ടുപോയി ഹീൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പഠിക്കുന്ന കാലത്ത്. ഇത് ഹസ് ക്യൂർഡ് ഓൾ ഫോംസ് ഓഫ് ഫെറ്റിഡ് ഡിസ്ചാർജ്. എല്ലാത്തരം ദുർഗന്ധമുള്ള എല്ലാത്തരം ഡിസ്ചാർജുകളെയും ഈ ക്രൊട്ടാലസ് ഹീൽ ചെയ്തിട്ടുണ്ട്. ഹൊറിബിൾ ഫെറ്റിഡ് പ്യൂട്രിഡ് ഡിസ്ചാർജ് ഫ്രം ദ നോസ്. മൂക്കിൽ നിന്നും വളരെ ഭയാനകമായിട്ടുള്ള ദുർഗന്ധമുണ്ടാക്കുന്ന ദുഷിച്ച ഡിസ്ചാർജസ്. ഒസീന, മൂക്കിൽ ഇങ്ങനെ ക്രസ് വന്ന് നിറഞ്ഞ് മൂക്കിൽ ആ ഒരു ലെയർ കട്ടിയായി ഈ മൂക്കിൻ്റെ ദ്വാരങ്ങൾ ഇങ്ങനെ വികസിക്കുന്ന, വൈഡൻ ചെയ്യുന്ന ഒരവസ്ഥ. ഒസീന. ഇൻഫ്ലമേഷൻ ഓഫ് ദ പാരോട്ടിഡ് ഗ്ലാൻഡ്സ്. ബ്ലൂനെസ് ആൻഡ് ഡിസ്കളറേഷൻ ഓഫ് ദ ഫേസ്. മുഖത്ത് നീല നിറത്തിലുള്ള നിറവ്യത്യാസം. മഞ്ഞ നിറം നേരത്തെ പറഞ്ഞു, നീല നിറത്തിലുള്ള നിറവ്യത്യാസമുണ്ട്. യെല്ലോ അപ്പിയറൻസ് ഓഫ് ദ ഫേസ്. മുഖത്തും മഞ്ഞ അപ്പിയറൻസും ഉണ്ട്. എ മാർക്ക് കണ്ടീഷൻ ഓഫ് ജോണ്ടീസ്. നമുക്കറിയാവുന്ന പോലെ മഞ്ഞപ്പിത്തത്തിൻ്റെ അവസ്ഥ. ഇൻ ഗേൾസ് ഹു അപ്പിയർ waxy or anemic, yellowish green, have for a long time missed the menstrual periods and break out in pustules and pimples. അപ്പോൾ
ഈ വാക്സി അപ്പിയറൻസ് ഉള്ള അനീമിക് അപ്പിയറൻസ് ഉള്ള പെൺകുട്ടികൾ അവർക്ക് യെല്ലോയിഷ് ഗ്രീൻ, നമ്മൾ നേരത്തെ കണ്ടു യെല്ലോയിഷ് ഗ്രീൻ അപ്പിയറൻസ്, ഡിസ്കളറേഷൻ, കുറേ മാസങ്ങളായിട്ട് മെൻസ്ട്രൽ ഡിസ്ചാർജ് ഇല്ല. പക്ഷെ പകരം വരുന്നത് എന്താ? മുഖക്കുരു, കുരുക്കൾ, പഴുപ്പുള്ള കുരുക്കൾ, ഇങ്ങനെയുള്ള തരത്തിൽ അത് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പം അതിനെ ഹീൽ ചെയ്തിട്ട് ഫ്ലോ റീഎസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് ഉപയോഗിക്കുന്ന നിരവധി ഔഷധങ്ങളുണ്ട്. സിംറ്റംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ക്രോട്ടാൽസും ആ ജോലി ചെയ്യും. ദ പേഷ്യൻ്റ് ഓഫൺ വേക്സ് ഡ്യൂറിങ് ദ നൈറ്റ് ഗ്രൈൻഡിങ് ദ ടീത്ത്. രാത്രിയിൽ പല്ല് കടിച്ചുകൊണ്ട് രോഗി ഉണർന്നെഴുന്നേൽക്കും. ദ ടേസ്റ്റ് ഈസ് ബാഡ് പ്യൂട്രിഷ്. വായുടെ രുചി മോശമാണ്, ദുഷിച്ചതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗംസ്, ബ്ലീഡിങ് ഫ്രം ദ മൗത്ത്. വായിൽ നിന്നും രക്തസ്രാവമുണ്ട്. എവിടെ നോക്കിയാലും രക്തസ്രാവങ്ങളാണ്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ത്രോട്ട് വിത്ത് ബ്ലീഡിങ് ഓഫ് ദ ത്രോട്ട്. തൊണ്ടയിൽ നിന്നും രക്തസ്രാവം, ഇൻഫ്ലമേഷൻ. ബേണിംഗ് ഇൻ ദ ത്രോട്ട് ആൻഡ് മൗത്ത്. തൊണ്ടയിലും വായിലും പൊള്ളുന്ന അനുഭവം. ട്രംബ്ലിംഗ്, ക്യൂറിംഗ് ആൻഡ് സോളൻ ടങ്. ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്. വീർത്ത് കെട്ടിയ നാവ്, നീർവീക്കം വന്ന നാവ് വിറക്കുകയും ഇങ്ങനെ ചെറുതായിട്ട് ചലിക്കുകയും ചെയ്യുന്നു. ട്രംബ്ലിംഗ് ഓഫ് ടോങ് വെൻ ഇറ്റ് ഈസ് പുട്ട് ഔട്ട്. നാവ് പുറത്തേക്ക് ഇടാൻ നേരത്ത് അത് വിറയ്ക്കും. ട്രംബ്ലിംഗ് ഓഫ് ദ ഹാൻഡ്സ് വെൻ ദേ ആർ മൂവ്ഡ്. കൈകൾ ചലിപ്പിക്കുമ്പോൾ കൈകൾ വിറയ്ക്കും. ദോസ് കേസ് ഓഫ് ഡിഫ്തീരിയ ദാറ്റ് ഊസ് ബ്ലഡ് ഫ്രം ദ നോസ് ആൻഡ് മൗത്ത് ആർ വെരി ലോ ടൈപ്സ്. അപ്പോൾ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തവാർച്ച ഉണ്ടാക്കുന്ന തരം ഡിഫ്തീരിയ വളരെ ലോ ടൈപ്പ്, വളരെ മാരകമായിട്ടുള്ളതാണ്. ആൻഡ് ആർ ഷുവർ ടു ഡൈ വിത്തൗട്ട് എ വെൽ സെലക്ടഡ് റെമഡി. വെൽ സെലക്ടഡ് റെമഡി ഇല്ലെങ്കിൽ അത്തരം കേസുകളിൽ മരിച്ചു പോകും. ഈ ഡിഫ്തീരിയ വളരെ ഭയജനകമായ ഒരു രോഗാവസ്ഥയായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണെന്ന് എൻ്റെ അറിവ്. ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സാഹിത്യകൃതികളിലൂടെയാണ്. പഠിക്കുന്ന കാലത്ത്, ഡിഗ്രി കാലത്തൊക്കെ വായിച്ച ഒരു നോവലുകളിൽ പ്രത്യേകിച്ച് ഒരു ഡോക്ടേഴ്സ് എഴുതിയ, മെഡിക്കൽ ഡോക്ടേഴ്സ് എഴുതിയ, ഒരു റഷ്യൻ ഡോക്ടർ എഴുതിയത്, ഒരു അമേരിക്കൻ ഡോക്ടർ എഴുതിയ നോവൽസ് ആ കാലത്ത് ഞാൻ വായിച്ചു ഓർക്കുന്നുണ്ട്. അതിൽ ഡിഫ്തീരിയയും ടൈഫസൊക്കെ വരുന്നുണ്ട്. അല്ല, നായകന്മാരും ഡോക്ടർമാരും തന്നെയാണ്, മെഡിക്കൽ ഡോക്ടേഴ്സാണ്. അവരൊരു കേസിൽ ഒരു ടൈഫസ് കേസിന് അറ്റൻഡ് ചെയ്തതാണ്. വേറെ ആരും പോകുന്നില്ല. ഈ ഡോക്ടർ അടുത്തിടക്ക് വിവാഹം കഴിച്ചേ ഉള്ളൂ. ഒരു ചെറുപ്പം മുതലുള്ളൊരു കാമുകി വിവാഹം കഴിച്ച് ഒരു ടൈഫസ് കേസ് വന്നു കഴിഞ്ഞപ്പോൾ വേറെ ആരും പോകാതെ ഈ കാമുകിയെയും കൂട്ടി ഇയാൾ പോയി ചികിത്സിച്ചു. രോഗി സുഖപ്പെട്ടു. പക്ഷേ ഈ ഡോക്ടർക്ക് ടൈഫസ് ബാധിച്ച് മരിച്ചു പോകുന്നതാണ്. വളരെ ഒരു ക്ലാസിക് നോവലാണത്, റഷ്യൻ. മറ്റൊന്നിൽ ഈ ഡിഫ്തീരിയാണ് വില്ലൻ. ഡിഫ്തീരിയയ്ക്ക് അന്ന് സർജറി പോയിട്ട് ആരും അടുക്കുന്നില്ല. ഈ ഡോക്ടർ പോയിട്ട് സർജറി ചെയ്തു. ഈ മെംബ്രെയിൻ കട്ട് ചെയ്ത് കളയലാണെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ ഈ രോഗി ശ്വാസം കിട്ടുന്നില്ല, ഒന്നും ഉറക്കാൻ പറ്റുന്നില്ല, മരണവെപ്രാളം കാണിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ചെന്നിട്ട് സ്കാൽപ്പൽസ് ഉപയോഗിച്ചുകൊണ്ട് എന്തോ സർജറി, എന്താണെന്ന് വിശദീകരിച്ച് പറയുന്നില്ല, ഇതൊന്നും ഈ മെംബ്രെയിൻ കട്ട് ചെയ്ത് കളയലാണെന്ന് തോന്നുന്നു. ആ ഡോക്ടറും ഡിഫ്തീരിയ ബാധിച്ച് മരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വളരെ ഭയജനകമായ ഒരു രോഗമായിട്ടാണ് മനസ്സിലാക്കി കിടക്കുന്നത്. ഇപ്പോഴും ആ ഒരു ഇമ്പ്രഷനൊക്കെ തന്നെ. പക്ഷേ ഹോമിയോപ്പതിയിൽ ഇതൊക്കെ സുഖപ്പെടുത്താവുന്നതാണ്. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എന്നോട് പറയുന്ന പോലെ വിത്ത് എ വെൽ സെലക്ടഡ് റെമഡി. അപ്പോൾ ഡിഫ്തീരിയ ആയാലും ക്യാൻസർ ആയാലും ടൈഫസ് ആയാലും എന്ത് അസുഖമായാലും ശരി, കോവിഡ് ആയാലും എന്താണെങ്കിലും, ഇതേവരെ കേൾക്കാത്ത ഔഷധമാണെങ്കിലും, ഞാൻ നേരത്തെ എലിപ്പനിയുടെ തുടക്കകാലത്തെക്കുറിച്ച് പറഞ്ഞു, ഇതേവരെ കേൾക്കാത്ത അസുഖം, നിപ്പ, എന്തൊക്കെ അസുഖങ്ങളാണ്. ഇതൊക്കെ വരുമ്പോൾ സിംറ്റംസ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. സിംറ്റംസ് കൃത്യമായിട്ട് എടുക്കുക. അതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയോ മറ്റൊക്കെ ഇറക്കുന്ന മാർഗനിർദ്ദേശക തത്വങ്ങളിലേക്കാൾ ഉപരി നമുക്കത് വന്ന് രോഗിയുടെ സിംറ്റംസ് കിട്ടുക. സിംറ്റംസ് കിട്ടി ഉചിതമായ ഒരു വെൽ സെലക്റ്റഡ് റെമഡി ഉണ്ടെങ്കിൽ സുഖപ്പെടുത്തും. വേറെ യാതൊരു മാർഗവുമില്ല. വെൽ സെലക്റ്റഡ് റെമഡി, അതിന് സിംറ്റം ടോട്ടാലിറ്റിയാണ് ആവശ്യം. ദ ത്രോട്ട് വിൽ ബി ഫിൽഡ് അപ്പ് അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസസ് ദ ഡിഫ്തീരിക് മെംബ്രെയിൻ ദാറ്റ് ലുക്സ് ഡാർക്ക്. അത്തരം അവസ്ഥകളിൽ ഈ രോഗിയുടെ തൊണ്ട ഇരുണ്ട നിറത്തിലുള്ള മെംബ്രെയിൻ കൊണ്ട് മൂടിയിരിക്കും. ഈ മരിക്കും, വെൽ സെലക്റ്റഡ് മരുന്നില്ലെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പ് എന്ന് പറയുന്ന അവസ്ഥ. തൊണ്ട ഡാർക്ക് കളറുള്ള മെംബ്രെയിൻ കൊണ്ട് മൂടിയിരിക്കുന്നു. ബ്ലീഡിംഗ് ഉണ്ട്, ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ ബ്ലീഡിംഗ് ഉണ്ട്. ദർ ഇസ് ബ്ലീഡിങ് ഓൾ അറൗണ്ട് ഇറ്റ്. ഈ മെംബ്രെയിന് ചുറ്റുമൊന്നും ബ്ലീഡിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഭയജനകമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും അത്. പക്ഷേ
അത്തരം കാഴ്ചകളിൽ കാണുന്ന ലക്ഷണങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഔഷധങ്ങൾ നമ്മുടെ മെറ്റീരിയൽ മെഡിക്കലുണ്ട്. എന്നിട്ട് ഔഷധം കണ്ടെത്താനായാൽ പിന്നെ അവിടെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ശരിയായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സുഖപ്പെടും. അത് ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ അസുഖമാണെങ്കിൽ പോലും സുഖപ്പെടും. സോർ മൗത്ത്സ് വിത്ത് ബ്ലീഡിങ്, അൾസേഴ്സ് ഇൻ ദ മൗത്ത്, വായിൽ വ്രണങ്ങൾ. അൾസേഴ്സ് ആഫ്റ്റർ മെർക്കുറിയസ് ഇൻ ദോസ് ഹൂ ആർ pouring for saliva on the pillow at night. രാത്രിയിൽ ഇങ്ങനെ വായിൽ നിന്നിങ്ങനെ ഉമിനീരിങ്ങനെ ഒഴുകി തലയണൊക്കെ നനയുന്ന കേസുകൾ, ആ കേസുകളിൽ മെർക്കുറിയസിൻ്റെ ഒരു കണ്ടീഷനാണത്. അതിന് ശേഷം ഉണ്ടാകുന്ന അൾസേഴ്സിന് ക്രോട്ടാലസ് യോജിക്കും. ഇത് മെർക്കുറി അബ്യൂസിൻ്റെ കാലഘട്ടത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഈ ഹോമിയോപ്പതിക്കലി മെർക്കുറിയസ് കൊടുത്ത് അത് പാർഷ്യലാണ്, മെർക്കുറിയസ് കൊടുക്കേണ്ടി വന്നു, കൊടുത്തു കഴിഞ്ഞ് ഇത്തരം വ്രണങ്ങളുടെ അവസ്ഥ ഉണ്ടായാലും ക്രോട്ടാലസ് അത് ഹീൽ ചെയ്യും. ബ്ലീഡിങ് അൾസേഴ്സിൻ്റെ മൗത്ത്, വായിൽ നിന്നും രക്തവാർച്ച ഉണ്ടാക്കുന്ന വ്രണങ്ങൾ. ഡിഫിക്കൽട്ട് സോളോയിങ്, ആഹാരം ഇറക്കാൻ പ്രയാസം. മാലിഗ്നന്റ് ഡിഫ്തീരിയ ഉണ്ടോ? cannot lie on right side or back without instantly producing black bilious vomiting. അപ്പോൾ കറുത്ത നിറത്തിലുള്ള ബിലിയസ് ആയിട്ടുള്ള പിത്തം കലർന്ന ഛർദിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാതെ അയാൾക്ക് വലതുവശം തിരിഞ്ഞോ പിന്തിരിഞ്ഞോ മുതുകു ചേർന്നോ കിടക്കാൻ പറ്റില്ല. വലതുവശം തിരിഞ്ഞോ മലർന്നോ കിടന്നു കഴിഞ്ഞാൽ ഉടനെ കറുത്ത നിറത്തിലുള്ള ഈ ഛർദിൽ അല്ലെങ്കിൽ പിത്തരസം കലർന്ന ഛർദിൽ ഉടനടി ഉണ്ടാകും. ദിസ് ഇസ് എ വണ്ടർഫുള്ളി ബിലിയസ് റെമഡി. സിക്ക് ഹെഡേക്സ്, വോമിറ്റിംഗ് ഓഫ് ബൈൽ ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ബിലിയസ് വളരെ അത്ഭുതകരം എന്ന് പറയുന്നത്. അത്ഭുതം എങ്ങനെയാ? സുഖം കൊടുക്കുന്നതിലൂടെയാണ്, രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നതിലൂടെയാണ് ക്രോട്ടാലസും ഏത് ഔഷധവും അത്ഭുതം സൃഷ്ടിക്കുന്നത്. വണ്ടർഫുള്ളി ബിലിയസ് റെമഡി എന്ന് പറയുമ്പോൾ ബിലിയസ് കേസുകളിൽ അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുക്കുന്നു. ഒപ്പം വല്ലാത്ത തലവേദനകളുണ്ട്, പിത്തരസം ഛർദ്ദിക്കുന്നു, ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് വലിയ അളവുകളിൽ. ദ വേരിയസ് ലോ ഫോംസ് ഓഫ് ഡിസീസ് കോളിംഗ് ഫോർ ക്രോട്ടാലസ് ഓഫൺ ബിഗിൻ വിത്ത് വോമിറ്റിംഗ് ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ബൈൽ, സംടൈംസ് ബൈൽ മിക്സ്ഡ് വിത്ത് ബ്ലഡ്. ക്രോട്ടാലസിൻ്റെ ആവശ്യകതയെ ക്ഷണിച്ചു വരുത്തുന്ന ഒട്ടുമിക്ക രോഗാവസ്ഥകളിലും ലോ ഫോംസ്, വളരെ മോശം അവസ്ഥയിലുള്ള രോഗാവസ്ഥകളിലും അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഛർദിലോടുകൂടിയാണ്. വലിയ അളവിൽ പിത്തരസം, കയ്പ്പ് രസം, മഞ്ഞവെള്ളം ഛർദ്ദിക്കുന്നു. ചിലപ്പോൾ ഈ മഞ്ഞവെള്ളത്തോടൊപ്പം രക്തവും ഉണ്ടാകാം. പെയിൻ ഇൻ ദ സ്റ്റൊമക്ക്, കോൾഡ്നസ് ആസ് എ പീസ് ഓഫ് ഐസ് വെർ ഇൻ ദ സ്റ്റൊമക്ക് ഓർ ഇൻ ദ അബ്ഡമൻ. വയറുവേദന, തണുപ്പ് എങ്ങനെയാ? ഒരു ഐസ് കട്ട വയറ്റിലോ അടിവയറ്റിലോ വെച്ചാലെന്നത് പോലെയുള്ള തണുപ്പിൻ്റെ അനുഭവത്തോടു കൂടിയുള്ള വേദന. സ്റ്റൊമക്ക് ഇറിറ്റബിൾ, അണേബിൾ ടു റിട്ടൈൻ എനിത്തിങ്. എന്ത് കഴിച്ചാലും വയറ്റിൽ നിൽക്കില്ല, അല്ലാതെ ഇറിറ്റബിൾ സ്റ്റൊമക്കാണ്. കോൺസ്റ്റന്റ്ലി ത്രോസ് ഓഫ് ബ്ലഡ്, പലപ്പോഴും സ്ഥിരമായിട്ട് രക്തം ഇങ്ങനെ ഛർദ്ദിച്ചു പോകുന്നു. ക്രോട്ടാലസ് ഹാസ് ക്യൂർഡ് അൾസറേഷൻ ഓഫ് ദി സ്റ്റൊമക്ക്. വയറിൻ്റെ വ്രണങ്ങൾ, വയറ്റിലെ അൾസർ ക്രോട്ടാലസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഹാസ് ഗ്രേറ്റ്ലി റെസ്ട്രെയിൻ ദ ഗ്രോത്ത് ഓഫ് കാർസിനോമ വെൻ ദർ ഈസ് മച്ച് വോമിറ്റിംഗ് ഓഫ് ബൈൽ ആൻഡ് ബ്ലഡ്. പിത്തരസവും രക്തവും ധാരാളമായിട്ട് ഛർദ്ദിക്കുന്ന തരത്തിലുള്ള ക്യാൻസറിൻ്റെ അവസ്ഥകൾ, അർബുദത്തിൻ്റെ അവസ്ഥകളിൽ അതിൻ്റെ വളർച്ചയെ, അർബുദകോശങ്ങളുടെ വളർച്ചയെ ക്രോട്ടാലസ് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. ക്രോട്ടാലസ് എന്നല്ല, സിംപ്റ്റംസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഔഷധവും പിടിച്ചു നിർത്തും. ഏത് ഔഷധവും സൾഫർ പിടിച്ചു നിർത്തും. എൻ്റെ അനുഭവമാണ്. സൾഫർ സിംപ്റ്റം ടോട്ടാലിറ്റി മാത്രം വെച്ചുകൊണ്ട് എടുത്തതാണ്. ടോട്ടാലിറ്റി വെച്ചാൽ അത് പെർഫെക്റ്റ്ലി സിമിലിമം ആയിരുന്നില്ല, ഓൾമോസ്റ്റ് കിട്ടാവുന്നതിൽ വെച്ച് സിമിലിമം എന്നേ പറയാവൂ. എന്നാൽ പോലും ഈ ക്യാൻസർ ഗ്രോത്തിനെ റെസ്ട്രെയിൻ ചെയ്യുക എന്നുള്ള പണി ചെയ്തു. അങ്ങനെ സിംപ്റ്റം ടോട്ടാലിറ്റി, ലക്ഷണങ്ങളുടെ സമഗ്രതയോട്, ലക്ഷണങ്ങളുടെ കൂട്ടായ്മയോട് യോജിപ്പുള്ള ഔഷധം ഏതാണോ അത് ഏതുതരം പർട്ടിക്കുലേഴ്സ് എന്തായാലും ശരി, കാഴ്ചനോമയായാലും ശരി സുഖപ്പെടുത്തും. നമുക്ക് സിംപ്റ്റംസ് ഇല്ലയോ, സിംപ്റ്റംസിന് ടോട്ടാലിറ്റി എടുക്കാൻ നിവൃത്തിയില്ലയോ, നല്ല സ്ട്രോങ് ജനറൽസ് കിട്ടുന്നില്ലയോ, മൊഡാലിറ്റീസ് കിട്ടുന്നില്ലയോ, പെക്യുലർ സിംപ്റ്റംസ് ഇല്ലയോ, ഇൻക്യൂറബിൾ, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഇത് ക്യാൻസർ ആണോ അൾസറാണോ എന്നുള്ള പേരുകൾ, ഡിഫ്തീരിയ ആണോ എന്നുള്ള പേരുകളിൽ കാര്യമില്ല. വോമിറ്റിംഗ് മെനി ഇൻസ്റ്റൻസസ്
where the blood has no tendency to coagulate. അപ്പോൾ ഈ രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥകളിൽ ഈ രക്തം കട്ട പിടിക്കുന്നില്ല, കട്ട പിടിക്കാനുള്ളൊരു ലക്ഷണം കാണുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കുന്നു. Now with all these ulceration of the stomach, cancerous affections, low zymotic diseases, jaundice is nearly always present. അപ്പോൾ ഈ ക്രോട്ടാലസിൻ്റെ കാര്യത്തിൽ ഈ പകർച്ചവ്യാധികൾ, മാരകമായ പകർച്ചവ്യാധികളുടെ കാര്യമായാലും ശരി, കാഴ്സിനോമ ആയാലും ശരി, എന്തായാലും ശരി, ക്രോട്ടാലസിൻ്റെ കാര്യത്തിൽ മിക്കവാറും അവസ്ഥകളിൽ മഞ്ഞപ്പിത്തവും ഉണ്ടായിരിക്കും. ജോണ്ടിസ് ആൻഡ് മോർ ഓർ ലെസ് ബ്ലീഡിങ്, മഞ്ഞപ്പിത്തവും ഏറെയും കുറഞ്ഞ അളവിൽ രക്തവാർച്ചയും. ഫീവർ സിംറ്റംസ് റൺ ഹൈ, പനിയുടെ ലക്ഷണങ്ങൾ വളരെ ഉയർന്നു വരുന്നു. സംടൈംസ് ദ ടെമ്പറേച്ചർ ഈസ് സബ്നോർമൽ, ചില അവസ്ഥകളിൽ പനിയുടെ ലക്ഷണം ഉണ്ടെങ്കിലും ശരീരത്തിൻ്റെ താപനില താഴെയാണ്, നോർമലിനും താഴെ പോകാം, അങ്ങനത്തെ ഒരു അസാധാരണ സാഹചര്യം കാണാം. ബട്ട് വിത്ത് ഊസിങ് ആൻഡ് ബ്ലീഡിങ്, പക്ഷെ എന്താണെങ്കിലും ഈ രക്തവാർച്ചയുണ്ട്, രക്തം ഇങ്ങനെ ഊറി വരുന്ന അവസ്ഥയുണ്ട്. വിത്ത് ഡാർക്ക് ഹെമറേജ് ഫ്രം ദ നോസ് ആൻഡ് മൗത്ത്സ് ആൻഡ് ഡാർക്ക് സ്കാൻഡി ബ്ലഡി യൂറിൻ കോൺസ്റ്റന്റ്ലി കണ്ടെയ്നിങ് ആൽബുമിൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ എന്താണ്, ബ്ലീഡിങ് ഉണ്ട്, മഞ്ഞപ്പിത്തം, ബ്ലീഡിങ്, ഇതൊക്കെ ചേർന്ന് വരികയാണ്. ഇരുണ്ട നിറത്തിലുള്ള ഹെമറേജ്, മൂക്കിൽ നിന്നും വായിൽ നിന്നും ഇരുണ്ട നിറത്തിലുള്ള രക്തവാർച്ച, ഇരുണ്ട അളവിൽ കുറഞ്ഞുള്ള രക്തം കലർന്ന മൂത്രത്തിൽ ആൽബുമിൻ, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വളരെ സങ്കീർണവും ഭയജനകമായിട്ടുള്ള എത്രയൊക്കെ അവസ്ഥകളാണ് എൻ്റെ ഇവിടെ പറയുന്നത്. ഇവിടെയൊക്കെ ക്രോട്ടാലസിൻ്റെ ലക്ഷണങ്ങൾ യോജിച്ചു വന്നു കഴിഞ്ഞാൽ രോഗിയെ സുഖപ്പെടുത്താം. ഹീൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വെൽ സെലക്ടഡ് റെമഡി ആണെങ്കിൽ, ക്രോട്ടാലസ് വെൽ സെലക്ടഡ് റെമഡി ആണെങ്കിൽ ക്രോട്ടാലസ് സുഖപ്പെടുത്തും. മറ്റൊരു ഔഷധമാണ് വെൽ സെലക്ടഡ് റെമഡിയെങ്കിൽ അത് സുഖപ്പെടുത്തും. അപ്പോൾ ഏതുതരം ലക്ഷണങ്ങൾ വന്നാലും, ക്യാൻസർ ആണെങ്കിലും വളരെ മാരകമായ പകർച്ചവ്യാധികളാണെങ്കിലും എന്താണെങ്കിലും ശരി, കിട്ടാവുന്നത്ര പരമാവധി ലക്ഷണങ്ങൾ എടുക്കുക. രോഗിയിൽ നിന്നും, രോഗിയെ പരിചരിക്കുന്നവരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നൊക്കെ കിട്ടാവുന്നത്ര ലക്ഷണങ്ങൾ എടുക്കുക. ഈ ലക്ഷണങ്ങളുടെ ടോട്ടാലിറ്റി വെച്ച് നിങ്ങൾക്കൊരു മരുന്ന് വെൽ സെലക്ടഡ് റെമഡി അതിലേക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി ഉറപ്പാണ്. അതാണ് ഈ ഭാഗം തരുന്ന ഒരു പ്രധാന സന്ദേശം. നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിലും നിരവധി വിലപ്പെട്ട വിവരങ്ങൾക്ക് എൻ്റെ തരുന്നുണ്ട്. നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.